നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് പേരിടണമെങ്കിലും ഇനിയിപ്പോൾ വല്ലവരുടെയും പെർമിഷൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സംഭവത്തിൽ ഒരിക്കലും ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പുരാണങ്ങളിലുള്ള പല പേരുകളും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ പേരുകളൊന്നും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് പോലും ഇടാൻ പറ്റില്ല. ഇപ്പം എൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ്. അപ്പോൾ അത് സൂര്യൻ്റെ പര്യായമായിട്ട് വരും. നാളെ പറയാനില്ല, സൂര്യൻ ദൈവമാണ്, ഇടാൻ പറ്റില്ല. കാരണം എന്നെ വല്ലവരും തെറി വിളിച്ചു കഴിഞ്ഞാൽ സൂര്യനെ തെറി വിളിച്ചു എന്നല്ലേ പറയാം. അപ്പം അതുകൊണ്ട് അതെല്ലാം ഒരു അതിനൊരു വാല്യൂ ഇല്ല. ഒരു എല്ലാറ്റിനും നമ്മൾ ഒരു പ്രത്യേക കാറ്റഗറിക്ക് വേണ്ടിയിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവാദമാക്കാന്ന് പറയുന്നത് അതുകൊണ്ടില്ല. ഇനി മലയാള സിനിമകളിൽ ഇതേപോലെ പേരുകൾ വരുമ്പോഴേ ഇനി ഇതേപോലെ സെൻസർ ചെയ്യപ്പെടുമെന്ന് തോന്നുന്നു. സെൻസർ എന്ന് പറയുന്നത് ഓരോരോ അതെന്നെ പറഞ്ഞ ഓരോരോ ഇൻഡിവിജ്വലാണ് അവിടെ ഇരിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ എന്ത് മൈൻഡിലാണ് ഇവർ ഈ 5 പേരും പ്ലസ് സെൻസർ ഓഫീസറും കൂടി ഇരുന്നിട്ട് ഇതിനൊരു തീരുമാനത്തിൽ എത്തിയതെന്നുള്ളത് ഇന്നും എനിക്കതിൻ്റെ ഒരു കൺക്ലൂഷൻ എത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 വ്യക്തികൾ എടുക്കുന്നൊരു തീരുമാനം ഒരു രാഷ്ട്രത്തിനെ തന്നെ ബാധിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു സിനിമയെക്കുറിച്ച് സംഭവിച്ചു. അപ്പോൾ ആ സിനിമ എത്ര ദിവസം ഡിലേ ആയി, എന്തെല്ലാം ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കീർത്തിചക്ര ചെയ്ത സമയത്ത് അതിനകത്ത് ഒരു റേപ്പ് സീക്വൻസ് ഉണ്ട്. 10-15 മിനിറ്റോളമുള്ള റേപ്പ് സീക്വൻസാണ്. അന്ന് ആ സെൻസർ ബോർഡിൽ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു, ഞാൻ റേപ്പ് സീക്വൻസ് വല്ല പ്രശ്നം ഉണ്ടാകും. പക്ഷെ അന്ന് സെൻസറിലിരുന്ന ഓരോരുത്തരും, ലേഡീസും ജെൻസും എല്ലാവരും പറഞ്ഞു ആ റേപ്പ് നിങ്ങൾ കട്ട് ചെയ്ത് കളയായിരുന്നു. കാരണം ആ റേപ്പാണ് നമുക്ക് അത്രയും അധികം ആ ഹീറോ അവിടെ വന്നിട്ട് ആ വില്ലന്മാരെ കൊല്ലണം എന്ന് തോന്നുന്ന രീതിയിൽ. എന്നാൽ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള വൃത്തിയിടും ആ റേപ്പിനകത്ത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ബി കെയർഫുൾ. ബട്ട് ഈ പേരിൻ്റെ മുകളിൽ എനിക്ക് ഐ വാസ് റിയലി സർപ്രൈസ്. ഒരു പേര് വന്നിട്ട് അത് ഇത്രയും വലിയ അടുത്താണല്ലോ. ഇപ്പോൾ പല കാരണങ്ങൾ പല രീതിയിൽ രണ്ടാമത് സെൻസർ ചെയ്യുന്നു, പല വിഷയങ്ങൾ വന്നിട്ട് മറ്റേത്. പക്ഷെ നിങ്ങൾ ഇതിപ്പോൾ രണ്ടാമത് സെൻസർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ പറഞ്ഞത്. ഇതിൻ്റെ ഇത് എന്തിനാണെന്നുള്ളത് പോലും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ആ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ഒതൻറ്റിക്കായിട്ട് പറയാൻ പറ്റും. പക്ഷെ അതല്ലെങ്കിൽ ഇങ്ങനൊരു പേരിൻ്റെ മുകളിൽ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കിയത് ദാറ്റ് ഈസ് റോങ്. അങ്ങനൊരു സംഭവം ഉണ്ടാവരുത്. കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അത് യെസ് എഫേർട്ടാണ്. ഒരു സിനിമ ഉണ്ടാകുന്ന സമയത്ത് 120 മിനിമം ഒരു 120 കുടുംബത്തിൻ്റെ അടുപ്പ് തീ പുകയുന്നു. അത് മനസ്സിലാക്കണം. അപ്പം അതിനെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് മലയാള സിനിമയാണ്. നമ്മൾ മിനിമം ബഡ്ജറ്റിലേക്കാണ് പടം ചെയ്യുന്നത്. അപ്പം അതിനെ ബാധിക്കരുത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഒന്നുകൂടെ ചിന്തിക്കുക ആരാണെങ്കിലും ശരി. വെൽക്കം ബാക്ക് ടു. ഞാൻ നിങ്ങളുടെ എല്ലാം തുറന്ന് ഞാൻ പറയാം. പക്ഷെ അത് സെൻസർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ ജനങ്ങളെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതല്ലേ പറഞ്ഞു. ഇങ്ങനെയുള്ള ഓരോന്ന് വരുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് പിന്നീട് ആ ഫിലിം മേക്കേഴ്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ കോൺട്രവേഴ്സി ആവുന്നൊരു സംഭവമാണെങ്കിൽ നമ്മളത് തുടരുത്, വിട്ടേക്കണം. അതല്ല നമ്മൾ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ അതിന് റിസൾട്ട് ഉണ്ടാകും. ശനിവേ അത് മതി. ഓക്കെടാ, സീ യു, ബൈ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.